Hi everyone, this is Shafi Muhammed. Welcome to this new Business Next Level video. കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് നമ്മൾ ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ചാനലിലൂടെ നൽകുന്ന ബിസിനസ്മാൻമാർ വരുത്തി വയ്ക്കുന്ന 20ഓളം മിസ്റ്റേക്സിനെ കുറിച്ച് 4 വീഡിയോകൾ ചെയ്തു. 5ാമത്തെ ഒരു വീഡിയോ ആണ് ഈ വരുന്നത്. ബിസിനസ്സിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ്, ഈ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനി മുതൽ വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് ആണ് ഈ വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ ആഴ്ചയിലെ വീഡിയോയും കാണുക. എന്നിട്ട് നിങ്ങളുടെ അറിവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. സോ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അധിക ബിസിനസ്മാൻമാരും വരുത്തി വെക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണിത്. ഈ മിസ്റ്റേക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ബിസിനസ് ആരംഭിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തുമാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഈ മിസ്റ്റേക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംഷൻ ഓറിയൻറ്റഡ് ബിസിനസ് പ്ലാനിങ്. അസംഷൻ ഓറിയൻറ്റഡ് ബിസിനസ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മാർക്കറ്റ് എന്താണെന്നുള്ളത് പഠിക്കാതെ, എനിക്കുള്ള ബിസിനസ് ഐഡിയ എന്താണെന്നുള്ളത് പഠിക്കാതെ ബിസിനസ്സിനെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥയാണത്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അധികം ആൾക്കാരും ഈ മിസ്റ്റേക്ക് ആവർത്തിക്കാറുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യും, ഒരു ബിസിനസ് ഐഡിയ കിട്ടും. ഓക്കെ, ഈ ബിസിനസ് ഐഡിയ തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും, നല്ലൊരു ഐഡിയ ആണെന്ന് സ്വയം അങ്ങ് തോന്നും. എന്നിട്ട് മറ്റുള്ളവരോട് പോലും അത് ഡിസ്കസ് ചെയ്യാതെ, ഇതിനു മുൻപ് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോടോ കൺസൾട്ടൻറ്റുമാരോടോ കോച്ചുമാരോടോ മെൻറ്റർമാരോടോ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോടോ ഡിസ്കസ് ചെയ്യാതെ ഇവരെന്ത് ചെയ്യും, ഈ ബിസിനസ്സിൽ അവരുടേതായിട്ടുള്ള ഒരു അസംഷന് പുറത്ത്, ഒരു ഏകദേശ ധാരണയ്ക്ക് പുറത്ത് എന്ത് ചെയ്യും, ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് നീ ബിസിനസ് മാർക്കറ്റ് സ്റ്റഡി നടത്തുകയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ പലപ്പോഴും ബിസിനസ്സിലേക്ക് ഹ്യൂജ് എമൗണ്ട് ഇറക്കുകയും അത് ഇറക്കിയിട്ട് ഇവരെന്ത് ചെയ്യും, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഓഫീസ് സെറ്റപ്പിന് വേണ്ടിയിട്ടോ ഒക്കെ ഹ്യൂജ് എമൗണ്ട് ഇറക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് മുന്നോട്ട് ഇറങ്ങി പോകുമ്പോൾ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ബിസിനസ്സിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുകയും ബിസിനസ് തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നതാണ്, വ്യക്തമായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം ഐഡിയയിലുള്ള അമിതമായ ആവേശം, അമിതമായിട്ടുള്ള ആ ബിസിനസ് ആശയത്തിൽ അമിതമായിട്ട് എക്സൈറ്റഡ് ആവുന്നു, ഓവർ എക്സൈറ്റഡ് ആവുന്നു, ഓവർ കോൺഫിഡൻറ്റ് വരുന്നു. ആ കോൺഫിഡൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവർ വലിയൊരു മിസ്റ്റേക്സിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ ബിസിനസ്സിന് ഇറങ്ങി തിരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ. എത്രയോ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു ബിസിനസ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഫേം നടത്തിയിട്ടുണ്ടായിരുന്നൊരു സുഹൃത്തുണ്ട് എനിക്ക്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്നെ വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 10 ലക്ഷം രൂപയാണ് അവർ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 10 ലക്ഷം രൂപയിൽ അധിക സംഖ്യയും എവിടെ ഇറങ്ങിപ്പോയി, ഇവരുടെ ഓഫീസ് തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവരുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്തെടുക്കുന്നതിൽ, പ്രത്യേകിച്ച് ഓഫീസിൽ ഇൻറ്റീരിയർ സംഭവങ്ങൾ മികച്ച രീതിയിൽ അവർ ചെയ്തു. ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലയൻസ്, നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്ഥാപനമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലയൻസ് ഓഫീസ് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ സ്ഥാപനം തന്നെ നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങോട് കൂടിയുള്ള സ്ഥാപനമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്ന്, ഒരു തെറ്റായ ധാരണത്തിൽ നിന്ന് അവരുടെ ഉള്ള ഫണ്ടിൻ്റെ 80% അവർക്ക് ഇതിനു വേണ്ടി തന്നെ ചിലവായി. അവിടെ നിന്ന് അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇവർക്ക് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ കഴിയാതെ വരികയും ഇവരുടെ മാർക്കറ്റ് മികച്ച ഏതൊരു ബിസിനസ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മേഖലയിൽ മുൻപരിചയമില്ലാത്തതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. ഇത്തരത്തിലുള്ള രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്യാനുള്ള മറ്റൊരു കാരണം ബിസിനസ് പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മുൻപരിചയമില്ലാത്ത മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, പതിയെ വളർന്നു വരണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാതെ നമ്മളുടെ അടുത്ത് ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ 30 ലക്ഷമോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇതിനു മുൻപ് ബിസിനസ് ചെയ്ത് പരിചയമില്ലാത്ത ഒരു ബിസിനസ് ആണെങ്കിൽ, പ്രത്യേകിച്ച് റൺ ചെയ്ത് നമ്മൾ അതിൻ്റെ ഓണറോ അല്ലെങ്കിൽ മാനേജറോ ആയി നിന്നിട്ട് അതിൻ്റെ കീ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എക്സ്പീരിയൻസോടുകൂടി റൺ ചെയ്ത് മുൻ പരിചയമില്ലെങ്കിൽ
സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ് നമ്മൾ ക്യാപിറ്റൽ നമ്മൾ ഇതിലേക്ക് ഇറക്കുന്ന ഫസ്റ്റായിട്ട് ക്യാപിറ്റലായിട്ട് ഇറക്കുന്ന ഫണ്ടിൽ നിന്ന് പലപ്പോഴും അനാവശ്യമായിട്ട് കൂടുതൽ സംഖ്യ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് ഇവർ തെറ്റായ ധാരണ മൂലം ഇങ്ങനെ ഇറക്കുന്നതാണ്. അങ്ങനെ 80% സംഖ്യയും അധികം ആൾക്കാരുടെയും ഇറങ്ങുന്നത് കാണും. അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ സുഹൃത്തിന് അങ്ങനെ സംഭവിച്ചതോടുകൂടി വർക്കിംഗ് ക്യാപിറ്റൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വലിയൊരു തടസ്സമായി വരികയും ചെയ്തു. അങ്ങനെ ബിസിനസ് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അധികം ആൾക്കാരും ഇത്തരത്തിലുള്ള മിസ്റ്റേക്സുകൾ വരുത്തി വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഞെരുക്കം സംഭവിച്ചിരിക്കുന്നത്, പ്രയാസം അനുഭവിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം. അപ്പോൾ ദയവ് ചെയ്ത് ആരെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മൾക്ക് അനുഭവ സമ്പത്ത് ഇല്ലാത്തൊരു മേഖലയിലേക്ക് പുതുതായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് ആരംഭിക്കുകയോ ആണ് എങ്കിൽ കുറേശ്ശെ നമ്മൾ ഇറക്കി പതിയെ ടെസ്റ്റ് ചെയ്ത് ഏതാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചിലവഴിക്കുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയമില്ല, ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസിലേക്ക് വരികയും കമ്പനിയുടെ മുന്നോട്ട് പോക്ക് തന്നെ ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നൊരു അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് സ്മോൾ, ഡ്രീം ബിഗ് ബട്ട് സ്റ്റാർട്ട് സ്മോൾ എന്നൊരു തത്വമുണ്ട്. വലുതായി ചിന്തിക്കണം, നമ്മുടെ ലക്ഷ്യം വലുതായിരിക്കണം, ഗ്ലോബൽ ബിസിനസ് ആയിരിക്കണം, മൾട്ടിനാഷണൽ ബിസിനസ് ആയിരിക്കണം, ബ്രാൻഡഡ് സ്ഥാപനമായിരിക്കണം, അല്ലെങ്കിൽ ഹൈലി ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനമായിരിക്കണം, മിനിമം ഇത്ര ക്ലയൻസിനെ സെർവ് ചെയ്യുന്നൊരു സ്ഥാപനമായിട്ട് മാറണം എന്നതായിരിക്കണം, അല്ലെങ്കിൽ മിനിമം 100 പേര് 200 പേര് 500 പേര് 1000 പേര് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനം എന്നായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള വിഷൻ. പക്ഷേ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അത് ഹംബിൾ ആയിരിക്കണം. അത് വളരെ വിനയത്തോടു കൂടിയിട്ട് ചെറിയ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത് വരിക, പ്രത്യേകിച്ച് അനുഭവ സമ്പത്തില്ലാത്ത മേഖലയിൽ. അപ്പോൾ നമുക്ക് മുൻപരിചയം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് എവിടെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ സംഭവിക്കും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 7 വർഷമാണ് എടുക്കുന്നത്. ഈ 7 വർഷത്തിനുള്ളിൽ ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാത്ത ബിസിനസ് ആണ് എങ്കിൽ, മുൻപരിചയമില്ലാത്ത ബിസിനസ് ആണ് എങ്കിൽ ആദ്യത്തെ 2 വർഷം പണം നഷ്ടപ്പെടാനുള്ളതാണ്. പിന്നീടുള്ള 2 വർഷം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ളതാണ്, ലാഭമല്ലാതെ. നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുന്ന സമയമാണ് അടുത്ത 2 വർഷം. അങ്ങനെ 4ാമത്തെ വർഷം മുതലാണ് പതിയെ കമ്പനി പ്രോഫിറ്റിലേക്ക് എത്തുകയും 5-6 ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലേക്ക് കമ്പനി എത്തുന്ന അവസ്ഥയും വരും. ഒരു 7 വർഷം 8 വർഷം ആകുമ്പോഴേക്കും കമ്പനി വലിയ രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു അവസ്ഥയാണ് ശരിക്കുള്ളത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഒരു മേഖലയിൽ അഗ്രഗണ്യനാവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10,000 hours ആണ്. 10,000 മണിക്കൂറാണ് ഒരാൾ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ഒരാൾ 10,000 മണിക്കൂർ അയാളുടെ മേഖലയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ, നോളജ് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ മേഖലയിൽ അഗ്രഗണ്യനാവും. അദ്ദേഹത്തിന് ആ മേഖലയിലെ എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാകും. എവിടെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്, എവിടെ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്, അദ്ദേഹം ഒരു എക്സ്പേർട്ടായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10,000 hours. ഈ 10,000 hours ഒരു സാധാരണക്കാരനായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ്റെ ജീവിതത്തിൽ ഈ 10,000 hours കവർ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 7 വർഷമാണ്. ഈ 7 വർഷം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഒരു സംശയവുമില്ല, നിങ്ങൾ ആ മേഖലയിൽ അഗ്രഗണ്യനായിട്ട് മാറും. അപ്പോൾ അതിന് ആ ഒരു സമയം നിങ്ങൾ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കുക, പതിയെ പഠിച്ച് വലുതായി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ചില ആൾക്കാർ ചിലപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ഹ്യൂജ് ഗ്രോത്തിലേക്ക് പോകുന്നവരുണ്ടാവും. ഇല്ല എന്നുള്ളതല്ല, ചില ബിസിനസ് അങ്ങനെയാണ്. പക്ഷേ ഇദ്ദേഹം ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അദ്ദേഹം എങ്ങാനും താഴേക്ക് വീണാൽ, അത്രയും വലിയൊരു ഹ്യൂജ് ഉയരത്തിൽ പോയി താഴേക്ക് വീണാൽ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചു വരവെന്ന് പറയുന്നത് അസാധ്യമായിരിക്കും. ഫാസ്റ്റായിട്ടുള്ള ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ വല്ലപ്പോഴും അതിൽ നിന്നുള്ള വീഴ്ച ഭയങ്കരമായിട്ട് അപകടമായിരിക്കും. പക്ഷെ മറിച്ച് നമ്മളെന്ത് വെച്ചാൽ പതിയെ നഷ്ടം സംഭവിച്ച് താഴേക്ക് വളർന്ന് ആദ്യം താഴേക്ക് ഭൂമിക്കടിയിലേക്ക് വളർന്ന് വേരുകൾ ഉറപ്പിച്ചതിന് ശേഷം മുകളിലോട്ട് വളരുമ്പോൾ ആ വേരുകൾ കാറ്റടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിന് പ്രതികൂല സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനെ പിടിച്ചു നിർത്താൻ, ഒരു മരത്തെ പിടിച്ചു നിർത്താൻ അതിൻ്റെ വേരുകൾ സഹായിക്കുന്നത് പോലെ ഈ ബിസിനസ്സിനെ ഇതിൻ്റെ നഷ്ടങ്ങളും പരാജയങ്ങളും അനുഭവങ്ങളും ഈ ബിസിനസ്സിനെയും സഹായിക്കുമെന്നുള്ളതാണ്. ആ ഒരു സമയം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മളുടെ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫായിട്ട് വളരെ നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അസംഷൻ ഓറിയൻറ്റഡ് ബിസിനസ് പ്ലാനിങ് നിർത്തുക. ഇതിന് സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ബിസിനസ് പഠിക്കുക. ഒരു ബിസിനസ് പഠിക്കേണ്ട സമയം എന്ന് പറയുന്നത് 6 മാസമാണ്. മിനിമം പുതിയൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ മിനിമം ഒരു 6 മാസം നിങ്ങൾ
നിങ്ങൾ എന്ത് ചെയ്യുക, ബിസിനസ്സിനെ പഠിക്കുക, ആ ബിസിനസ്സിൻ്റെ ഐഡിയ പഠിക്കുക, പല ആൾക്കാരോടുമായിട്ട് എന്ത് ചെയ്യുക, ബ്രെയിൻ സ്റ്റോമിങ് നടത്തുക, പല ആൾക്കാരുമായിട്ട് 1-to-1 ഡിസ്കഷൻസ് നടത്തുക, പല ആൾക്കാരുമായിട്ട് സജഷൻസ് ചോദിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഈ ബിസിനസ് നല്ല ഐഡിയ ആണ് എന്ന് പറയുന്ന ആൾക്കാരോട് മാത്രമല്ല നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ബിസിനസ് പൊട്ട ഐഡിയ ആണ്, അതല്ലെങ്കിൽ ഇത് പരാജയപ്പെടാൻ ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ട്, ഇത് ചിലപ്പോൾ നിങ്ങൾ ഇതിൽ കാണാത്ത ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്ന വളരെ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികളോട് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ തന്നെ നമ്മുടെ ചാർജ് ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ പങ്കെടുക്കുന്ന നമ്മുടെ 2 പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അവർ 10 പേര് ചേർന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റ് ഇവർ ജനുവരിയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ 2020 ജനുവരിയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രൊജക്റ്റ് ഹ്യൂജ് പ്രൊജക്റ്റാണ്. അവരുടെ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റ് ഇവർ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് വ്യക്തികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇതിനു മുൻപ് ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കേരളത്തിലെ സംസ്ഥാന വ്യാപാരി വ്യവസായി സംഘടനയുടെ മുതിർന്ന നേതാക്കളുമായിട്ട് ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ് മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട്, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരോട്, ബിസിനസ് കൺസൾട്ടൻറ്റുമാരോട്, കോച്ചുമാരോട്, CA-കാരോട്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരോട്, സാമ്പത്തിക വിദഗ്ധരോടൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്നല്ല ഇതിനെക്കുറിച്ച് നല്ല നല്ല ഐഡിയാസ്, ഇൻപുട്ടുകൾ കിട്ടും. കാരണം 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള അവരുടെ ഐഡിയാസ് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിന് മുതൽക്കൂട്ടാവും. ഇങ്ങനെ വ്യക്തമായി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. എൻ്റെ ഐഡിയ ആണ്, ഇത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് എങ്ങാനും അടിച്ചു മാറ്റി വേറെ ബിസിനസ് ചെയ്യുമോ എന്നുള്ള ഭയം ഉണ്ടാവരുത്. ഐഡിയയിലല്ല കാര്യം, അത് ചെയ്യാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു പാഷൻ ഉണ്ടാവും, ഒരു എന്തൂസിയാസം ഉണ്ടാവും, അതൊരു വിശ്വാസം ഉണ്ടാവും ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള. ആ ആത്മവിശ്വാസം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാവും, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും ആ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള. അത് വേറെ ഒരാൾക്കും കോപ്പി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബിസിനസ്സിൻ്റെ ഇങ്ങനെ പറയാം, ബിസിനസ് ഐഡിയാസ് ആർ ഷിറ്റ് ബട്ട് എക്സിക്യൂഷൻ ഈസ് ദ കിങ് എന്നാ പറയാം. എക്സിക്യൂഷനാണ് കിങ്, അതിലാണ് കഴിവ്, അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അത് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ എന്ത് ചെയ്യുക, എല്ലാവരോടും പറഞ്ഞു നടക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് നല്ല മെൻറ്റർഷിപ്പ് തരാൻ കഴിയുന്ന, നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരാൻ കഴിയുന്ന, നല്ല ഗൈഡൻസ് തരാൻ കഴിയുന്ന വ്യക്തികളുമായിട്ട്, എക്സ്പോർട്ട് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട്, നിങ്ങളെക്കാട്ടിലും നല്ല അറിവുള്ള, കഴിവുള്ള, നിങ്ങളുടെ ഈ ലക്ഷ്യത്തെ ചാലഞ്ച് ചെയ്യുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിലൂടെ ഒരു വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ബിസിനസ് ഐഡിയ പെർഫെക്റ്റ് ചെയ്തിട്ട് നല്ലൊരു പഠിച്ച് ഒരു 6 മാസം കൊണ്ട് ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ നടത്തി ചെറിയൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് ആൾക്കാരുടെ ഫീഡ്ബാക്കുകൾ എടുത്തിട്ട് ആൾക്കാരോട്, കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള ആൾക്കാരോട് സംസാരിച്ച് അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു സേവനം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോഡക്റ്റ് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് വാങ്ങാൻ താല്പര്യമുണ്ടോ, ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റനെയറും കാര്യങ്ങളൊക്കെ ഒരു സർവേ ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരമാവധി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തടയാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ വേണ്ടി ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല, GST ഒന്നുമില്ല. ജസ്റ്റ് ഷെയർ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഷാഫി ഇൻസ്പേസിൻ്റെ ബിസിനസ് നെക്സ്റ്റ് ലെവൽ ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ് നെക്സ്റ്റ് ലെവൽ ഫുൾ ഡേ 2 ഇയേഴ്സിൻ്റെ കോഴ്സ് ഉണ്ട്, 2 വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ് നെക്സ്റ്റ് ലെവൽ കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. അതിലേക്ക് നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ചാനലുണ്ട്, ഡെയിലി മോട്ടിവേഷണൽ വീഡിയോസും സംഭവങ്ങളും വരുന്ന ഫേസ്ബുക്ക് ചാനലുണ്ട്, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. ഷാഫി ഇൻസ്പേസിൻ്റെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചിട്ട് ജോയിൻ ചെയ്യാം. എനിവേ, ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ, business next level video next week. See you later. Have a fantastic day.